ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ വിന്നർ ആരായിരിക്കും? ശരിക്കും ഞാൻ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. കാരണം എനിക്ക് ഇപ്പോൾ ഈ 50 ദിവസം ആവാറായിട്ടുണ്ട്. കഴിഞ്ഞ സീസണിലാണെങ്കിൽ ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴേക്കും ഏകദേശം ആരായിരിക്കും വിന്നർ എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഗസ്സെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഒന്നും മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് ഈ ഗെയിം പോകുന്നത്? ഇപ്പോൾ 7ൻ്റെ പണി എന്നൊക്കെ പറയുമ്പോൾ അത് ശരിക്കും കാണുന്ന പ്രേക്ഷകർക്കാണ് 8ൻ്റെ പണിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊന്ന് ചോദിക്കാൻ വന്നൊരു കാര്യം, നമ്മുടെ വിഷയം ഇതല്ല. ഇന്ന് ബിഗ് ബോസിനെ സംബന്ധിച്ച് 2 കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഒന്ന്, കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റായി പോയ മസ്താനിയുടെ ഡബിൾ സ്റ്റാൻഡ്. 2, വൈൽഡ് കാർഡായിട്ട് കയറിയ ലക്ഷ്മിയുടെ സ്റ്റേറ്റ്മെൻറ്റ്സും അതിന് ബദലായിട്ട് ഇപ്പോൾ ചലഞ്ചേഴ്സായിട്ട് കയറിയിട്ടുള്ള ആളുകളുടെ ബിഹേവിയറും, ഇതേക്കുറിച്ചാണ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ഐക്കൺ ഒന്ന് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചോളൂ. ആ ഹൈപ്പും കൂടി ഒന്ന് എത്രയാണോ പോയിന്റ്, ആ പോയിന്റ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് വെച്ചോളൂ. ബിഗ് ബോസ് മലയാളം സീസൺ 7 വൈൽഡ് കാർഡായിട്ട് കയറിയ ആളുകൾ പൂണ്ട് വിളയാടും എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയാണ്. പക്ഷേ അതിൽ 2 പേര് ആദ്യമേ എവിക്റ്റായി പോയി. ഒന്ന് പ്രവീൺ, 2 മസ്താനി. ഇതിൽ മസ്താനയുടെ ഡബിൾ സ്റ്റാൻഡ്, ഇതാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കുന്ന ആദ്യത്തെ വിഷയം. ഞാൻ വേറെ വീഡിയോകളൊന്നും ഇതിനകത്ത് വെക്കുന്നില്ല. ഡബിൾ സ്റ്റാൻഡ് എന്ന് പറയുന്നത്, മസ്താനി കുറച്ച് നാളുകൾക്ക് മുൻപ് ഇപ്പോൾ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള ആദില നൂറ, അവരെ വെച്ചിട്ടൊരു ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മസ്താനയുടെ ഒരു ഇൻട്രോ ഉണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട് ഒന്നിച്ച് 2 പേർ ഇവർ സമൂഹത്തിൽ ഇപ്പോഴും ഒരുപാട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മസ്താൻ്റെ ഇൻട്രോ കൊടുത്തിട്ടുണ്ട്. അവരെ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതേ മസ്താനി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റായി പോയതിന് ശേഷം അഞ്ജന നമ്പ്യാർ എന്ന ബിഗ് ബോസിൻ്റെ ആങ്കർ മസ്താനിയെ വെച്ചിട്ട്, ഇവരുടെ എവിക്റ്റായ ആളുകളെ വെച്ചിട്ട് ഇൻ്റർവ്യൂ ചെയ്യുമല്ലോ, ആ സമയത്ത് അഞ്ജന മസ്താനിയോട് ഇവരെക്കുറിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ മസ്താനി യാതൊരു കുറ്റബോധമോ ഉളുപ്പോ ഇല്ലാതെ പറയുകയാണ്, എനിക്കങ്ങനെ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, നോർമലൈസ് ചെയ്യാൻ പറ്റില്ല. അത് മസ്താനയുടെ താല്പര്യമാണ്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഓരോ യൂട്യൂബ് ചാനലുകളിൽ ഇരിക്കുന്ന ആങ്കേഴ്സ് ഒരിക്കലും അവരുടെ താല്പര്യപ്രകാരമല്ല ഒരു വ്യക്തിയെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. എനിക്കിഷ്ടമല്ലെങ്കിലും ഞാൻ ആ വ്യക്തിയെ ഇൻ്റർവ്യൂ ചെയ്യാൻ ബാധ്യസ്ഥനാവുകയാണ്, ഞാൻ ആ ചാനലിൻ്റെ ആങ്കർ ആണെങ്കിൽ. അങ്ങനെ വരുമ്പോൾ ഈ ആങ്കർക്ക് എന്ത് നിലപാടാണുള്ളത്? ഞാൻ ഒരുപാട് ആലോചിച്ചൊരു കാര്യമാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അതിനൊരു മറുപടി തരണം. ഇപ്പോൾ മുൻപ് തന്നെ നമ്മൾ പല ആങ്കേഴ്സിൻ്റെയും വീഡിയോകൾ എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രമ്യ നിഖിലിൻ്റെ ആയിക്കോട്ടെ, ശാരികയുടെ ആയിക്കോട്ടെ, ഇങ്ങനെ പലരുടെയും വീഡിയോകൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മസ്താനിയുടെ കാര്യം വരുമ്പോൾ, മസ്താനിയുടെ ചാനൽ അല്ലെങ്കിൽ മസ്താനി വർക്ക് ചെയ്ത ചാനലിനകത്തിരുന്ന് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഈ 2 പെൺകുട്ടികളെയും വളരെ സ്നേഹത്തോടെ ആ ഇൻ്റർവ്യൂ എടുക്കുകയും അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്തിട്ട് ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട്, അതും വൈൽഡ് കാർഡായിട്ട് കയറിയതാണ്, ഈ 2 പേരും അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് കയറിയതാണ്. എവിക്റ്റായി പോയപ്പോൾ പറഞ്ഞ ഡയലോഗാണ്, എനിക്ക് അവരെ അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ശരിക്കും ഡബിൾ സ്റ്റാൻഡ് അല്ലേ അത്? അതുപോലെ തന്നെ മസ്താനയുടെ കാര്യം പറയുമ്പോൾ, കർമ്മ ഈസ് എ ബൂമറാങ് എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പാനി ശരത്ത് എവിക്റ്റായി പോയ സമയത്ത് മസ്താനി എന്തൊരു ആഘോഷമായിരുന്നു. വെരി നെക്സ്റ്റ് വീക്ക് മസ്താനി എവിക്റ്റായിരിക്കുകയാണ്. ഹൗസിലുള്ള എല്ലാവരും അത് ആഘോഷിച്ചു. ശരിക്കും ബിഗ് ബോസ് പോലും പണി കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. സാധാരണ ബിഗ് ബോസ് എന്തെങ്കിലും പ്രോപ്പർട്ടി ഇവരെടുത്ത് മാറ്റി വയ്ക്കുകയോ ഒളിച്ചു വയ്ക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ബിഗ് ബോസ് അത് കണ്ടുപിടിക്കുകയും ചെയ്യും, ലാലേട്ടനത് ചോദിക്കുകയും ചെയ്യും, മിക്കവാറും ഒക്കെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്തിട്ട് ഈ പ്രോപ്പർട്ടി തിരിച്ചു മേടിക്കും. പക്ഷേ മസ്താനി എവിക്റ്റായ സമയത്ത് അപ്പാനി ശരത്ത് എവിക്റ്റായപ്പോൾ കൊണ്ടുപോയ, അല്ലെങ്കിൽ അപ്പാനിയുടെ ഒപ്പം വെച്ചിരുന്ന ആ കടുവയോ പുലിയോ whatever, അതിൻ്റെ മുഖംമൂടി ഇവർ ഒളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആര്യനും എടുത്തു വെച്ചിട്ട് മസ്താനിയുടെ ചുറ്റും ഓടി നടന്ന് ആഘോഷിച്ചു. സോ ബിഗ് ബോസ് പോലും അത് ആഗ്രഹിച്ചിരുന്നു, ഇവർക്കിട്ടൊരു പണി കൊടുക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു. അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം ഒരിക്കലും മസ്താനി ഇപ്പോൾ എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരാൾ എവിക്റ്റായി പോകുമ്പോൾ അയാൾ ഒരുപാട് ആഗ്രഹത്തോടെ, ഒരുപാട് കൊതിച്ചുകൊണ്ട് കയറി വന്നൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും. ഇപ്പോൾ അപ്പാനി ശരത്ത് കളിച്ചില്ലയോ, അല്ലെങ്കിൽ അയാൾ പെരുമാറിയത് മോശമാണ്, അതൊന്നും അല്ല അടുത്ത വിഷയം. പക്ഷെ അങ്ങനെ ഒരാൾ എവിക്റ്റായി പോകുമ്പോൾ ബാക്കി എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ആഘോഷിച്ച് കാണിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അതൊരു അഹങ്കാരത്തിൻ്റെ പരിവേഷമായിട്ട് മാറും. ശരിക്കും മസ്താനി എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസ് ഹൗസിലൊരു അഹങ്കാരി തന്നെയായിരുന്നു. കയറി വന്ന സമയം മുതൽ തന്നെ പുറത്തെ കാര്യങ്ങളെല്ലാം അവിടെ ചർച്ച ചെയ്യുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ശരിക്കും വൈൽഡ് കാർഡ്സ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുറത്തെ കാര്യങ്ങൾ അകത്ത് ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് റൂളിലുള്ളതാണ്. പക്ഷെ അതെല്ലാം മസ്താനി തെറ്റിച്ചു. അപ്പോൾ എവിക്റ്റായി പോയപ്പോൾ ഇവർ ആഘോഷിച്ചതിൽ യാതൊരു തെറ്റും എനിക്ക് തോന്നുന്നില്ല. അതുവരെ ആര്യനോടുള്ള ദേഷ്യമെല്ലാം ആളുകൾക്ക് ഈ ഒരു ആക്ടോട് കൂടി അങ്ങ് ഒരു പരിധി വരെ അവസാനിച്ചു. പക്ഷേ ആര്യൻ പോകണം തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ആഗ്രഹിക്കുന്നത്. അവൻ അവിടെ നിൽക്കാൻ യോഗ്യനല്ല, പുച്ഛമാണ് എല്ലാവരെയും. നമ്മുടെ ഇന്നത്തെ വിഷയം ആര്യനല്ലാത്തതുകൊണ്ടാണ് ഞാനത് സംസാരിക്കാത്തത്. ഇനി ലക്ഷ്മിയുടെ കാര്യം നോക്കുമ്പോൾ, ലക്ഷ്മി പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ്, ഇവളുമാരെ വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്തവളുമാരാണ്, ജോലിയും കൂലിയില്ലാത്തവളുമാരാണ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അട്ടർ നോൺസെൻസ് ആണ്. ഞാൻ അതിനോട് യാതൊരു രീതിയിലും യോജിക്കുന്നില്ല. പക്ഷേ ലക്ഷ്മി ഒരു തെറ്റ് ചെയ്തു
എന്ന് കരുതിയിട്ട് തെറ്റുകൊണ്ട് ലക്ഷ്മിയെ തിരുത്താൻ ശ്രമിക്കുന്നത് ശരിയാണോ? നിങ്ങൾ ആലോചിക്കായിരിക്കും ഇവൻ എന്തായി പറയുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ശോഭ വിശ്വനാഥിനെയും ഷിയാസ് കരീമിനെയും കണ്ടു. ശോഭ വന്ന ഉടനെ തന്നെ ഈ ലക്ഷ്മിയോട് അടുത്തേക്ക് വരരുതേ, എനിക്ക് ഒമിട്ടിയാൻ വരുന്നു, നാറ്റമാണ്, പോയി കുളിച്ചിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് 3 പ്രാവശ്യമാണ് ഇൻസൾട്ട് ചെയ്തത്. സോ ലക്ഷ്മി ചെയ്ത അതേ കാര്യം, ലക്ഷ്മി ഈ 2 പെൺകുട്ടികളെ ഇൻസൾട്ട് ചെയ്തെങ്കിൽ അതേ കാര്യം തന്നെയാണ് ശോഭയും ഇവിടെ ചെയ്തത്. ലക്ഷ്മിയെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ പോലും ശോഭ ചെയ്തൊരു കാര്യം ആദിലയുടെയും നൂറയുടെയും ഒരു എൻഗേജ്മെന്റ് പോലെയൊക്കെ ബിഗ് ബോസ് ഹൗസിനകത്ത് നടത്തി. അതായത് വിരലിൽ മോതിരം അണിയിക്കുന്നു, പ്രപ്പോസ് ചെയ്യിക്കുന്നു, ഈ സംഭവങ്ങളൊക്കെ നടന്നു. ലക്ഷ്മി അത് കണ്ട് കൈയടിച്ചു. എനിക്കൊരു കാര്യം ഇഷ്ടമല്ല, ഞാൻ ഈ ആദിലയും നൂറയും ഒരിക്കലും തള്ളി പറയില്ല, കാരണം എനിക്ക് ആ കുട്ടികളെ ഇഷ്ടമാണ്. അവരുടെ ആ ഒരു സ്നേഹം അത്രയും പ്യുവറായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കാണുമ്പോൾ. സോ അതിനോടൊന്നും എനിക്ക് യാതൊരു വിയോജിപ്പില്ല. പക്ഷേ ഇപ്പം ലക്ഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തി, അവരൊരു വ്യക്തിയാണ്. അവർക്ക് ഇതിന് നോർമലൈസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഇതിനോട് താല്പര്യമില്ലെങ്കിൽ അതിന് അടിച്ചേൽപ്പിക്കണോ വേണ്ടത്, അതോ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണോ വേണ്ടത്? ഇപ്പോൾ കാര്യം പറഞ്ഞിട്ട് മനസ്സിലായില്ല, വിട്ടേക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു നിരീശ്വരവാദിയാണെങ്കിൽ എന്നെ ഈശ്വരവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകാൻ എന്നോട് നീ അത് ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോൾ എനിക്ക് കൂടുതൽ അത് ഇറിറ്റേറ്റഡ് ആണ്, എനിക്ക് കൂടുതൽ ദേഷ്യം വരും, ഞാൻ അതിനെതിരായിട്ട് മാറും. ഇതായിരിക്കും സംഭവിക്കുക. ഇത് തന്നെയാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തല്ല ചെയ്യുന്നത്, പകരം പ്രൊവോക്കുക ചെയ്യുന്നത്. അതിപ്പോൾ ശോഭ ആയിക്കോട്ടെ, ഇന്നിപ്പോൾ കയറിയ റിയാസ് ആയിക്കോട്ടെ, റിയാസ് സലീം ആയിക്കോട്ടെ, ഇവരൊക്കെ ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഇങ്ങനെയുള്ള ആളുകൾ, ഇപ്പം ആദില നൂറ പോലുള്ള വ്യക്തികൾ നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കേണ്ടവർ തന്നെയാണ്. അവരൊരിക്കലും മരണപ്പെടേണ്ട അല്ലെങ്കിൽ കൊല്ലപ്പെടേണ്ട ആൾക്കാരൊന്നും അല്ല. അവരുടെ ഇഷ്ടത്തിന് ജീവിച്ച് പോട്ടെ, അതങ്ങനെ തന്നെ പൊക്കോട്ടെ. പക്ഷേ അതിന് വേണ്ടി മറ്റൊരാളെ ഇവരിങ്ങനെ പോവും, അതുകൊണ്ട് നീ അത് അക്സെപ്റ്റ് ചെയ്യണം, നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ എന്താ പ്രശ്നം എന്ന ലെവലിലേക്ക് മാറ്റുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അവർ വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടോട്ടെ, വേണ്ടെങ്കിൽ ഇഷ്ടപ്പെടണ്ട, വിട്ടേക്കുന്നേ. എന്തിനാണ് അവരെ കൊണ്ട് നിർബന്ധിച്ചത് ചെയ്യിപ്പിക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? ഇന്നത്തെ ലൈവ് കണ്ടപ്പോൾ റിയാസ് വെറുതെ ഒന്ന് പ്രൊവോക്ക് ചെയ്യാണ്. അതായത് വന്നവരെ, ഇപ്പം ശോഭ ആയിക്കോട്ടെ, ഈ റിയാസ് ആയിക്കോട്ടെ, ലക്ഷ്മിയെ ടാർഗറ്റ് തന്നെയാണ് വന്നേക്കുന്നത്. നോർമലി ഈ ഇപ്പോൾ ആദില നൂറ ഈ 2 വ്യക്തികളെയും അവരില്ലെങ്കിൽ അവരുടെ കോൺസെപ്റ്റിനോട് താല്പര്യമില്ലാത്ത ഒരുപാട് പേര് സൊസൈറ്റിയിലുണ്ട്. മറ്റുള്ളവരുടെ വെറുപ്പും കൂടി ആദിലേക്ക് നൂറയ്ക്ക് ഉണ്ടാക്കാൻ ഇത് ഉപകരിക്കുള്ളൂ. അതല്ലാതെ കൂടുതൽ ആൾക്കാർക്ക് ആദിലോട് നൂറയുടെ സ്നേഹം തോന്നും എന്നെനിക്ക് തോന്നുന്നില്ല. ലക്ഷ്മിയുടെ വഴിക്ക് വിടന്നേ. അവർ അക്സെപ്റ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നെങ്കിൽ അവോയ്ഡ് ചെയ്തിട്ട് അവരുടെ വഴിക്ക് വിട്ടേക്ക്, ഗെയിം കളിക്ക്. അല്ലാണ്ട് അവർ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് വെറുതെ എന്താ പറയുക, ഇറിറ്റേറ്റ് ചെയ്യാനും പ്രൊവോക്ക് ചെയ്യാനും പോകേണ്ട കാര്യം എന്താണ്? ഇനി ബിഗ് ബോസ് പറഞ്ഞ പ്രൊവോക്കേഷൻ ഗെയിം തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ലക്ഷ്മിക്ക് ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നു, കൂടുതൽ ആൾക്കാരുടെ വോട്ട് കിട്ടാനേ ഉപകരിക്കത്തുള്ളൂ. കാരണം ഹൗസിനകത്ത് എല്ലാവരും ലക്ഷ്മിക്ക് അഗെയിൻസ്റ്റ് ആണ്. സ്വാഭാവികമായിട്ടും ലക്ഷ്മിയെ ഒറ്റപ്പെടുത്താനേ ശ്രമിക്കത്തുള്ളൂ. ലക്ഷ്മി പിന്നെ അധികം അതിനോട് ഞാൻ ഒരു കാരണവശാലും ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യുന്നല്ല കേട്ടോ. എനിക്ക് ലക്ഷ്മിയുടെ ഗെയിമൊന്നും എനിക്ക് അത്ര താല്പര്യമില്ല. കാരണം വെച്ചാൽ ലക്ഷ്മി ഇങ്ങനെ എന്താ പറയുക, അവിടെ എവിടെയും കൂടാണ്ട് ഇങ്ങനെ നടക്കുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനോട് താല്പര്യമില്ല. പക്ഷേ ഇപ്പോൾ റിയാസ് കാണിക്കുന്ന പ്രവർത്തികൾ കണ്ടു കഴിഞ്ഞാൽ ലക്ഷ്മിക്ക് കൂടുതൽ വോട്ട് കിട്ടുകയും ലക്ഷ്മി ഒരു ഫൈനൽ 5 വരെയൊക്കെ എത്താൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റായിട്ട് മാറാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, എൻ്റെ ഒരു വിശ്വാസമാണ്. ഞാൻ ഇപ്പോൾ പറയുന്നത് എൻ്റെ മാത്രം വിശ്വാസമാണ്. സോ നിങ്ങൾക്കത് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇന്നത്തെ ലൈവ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണിത്. ലക്ഷ്മി ഒരിക്കൽ പറഞ്ഞു അവർ ഇങ്ങനെയുള്ള ആൾക്കാരാണ്, അവർ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല. അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ലാലേട്ടൻ വന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റും, നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് വരെ ചോദിച്ചു. അതവിടെ കഴിഞ്ഞു, ആ വിഷയം കഴിഞ്ഞു. പിന്നെ അതിനെ വീണ്ടും കുത്തിപ്പൊക്കാൻ വേണ്ടി അടുത്ത 2 പേരെ കൊണ്ടുവരിക, അതിൽ ഒരാൾ വന്നിട്ട് ഇവരെ കൂടുതൽ ഇൻസൾട്ട് ചെയ്യുക, നാറുന്നു, അല്ലെങ്കിൽ സ്മെല്ലാണ്, വൊമിറ്റ് ചെയ്യാൻ വരുന്നു, കുളിച്ചിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് 3 പ്രാവശ്യമൊക്കെ കുളിക്കാൻ വിടുക. അതെല്ലാം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഞാൻ ആരെങ്കിലും പേഴ്സണലി ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പോവുക. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അനീഷിൻ്റെ ആക്ടാണ്. ശോഭ ആയിക്കോട്ടെ, ആര് വന്നോട്ടെ, ഞാൻ ഒരിക്കലും മാറില്ല, ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കും എന്ന് അനീഷ് കാണിച്ചൊരു ആക്ട്. അനീഷിൻ്റെ സ്റ്റാൻഡ്, ഐ റെസ്പെക്ട് ദാറ്റ്. ശോഭ അനീഷിനെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി മറ്റൊരാളെ കൊണ്ട് വേഷം കെട്ടിക്കുന്നു, ചായം തേക്കുന്നു, അല്ലെങ്കിൽ മുഖത്ത് മേക്കപ്പ് ഇടുന്നു. ഇത് ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ആളത് എടുത്തടിച്ച് പറഞ്ഞു. ഗസ്റ്റ് ആയിക്കോട്ടെ, ഗോസ്റ്റ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, പുള്ളി അത് എടുത്തടിച്ച് പറഞ്ഞു. അവസാനം ഗസ്റ്റിനെ കൊണ്ട് മാപ്പ് വരെ പറയിച്ചു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പറഞ്ഞാലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സോറി, അവരിങ്ങോട്ട് പറഞ്ഞതിനും സോറി പറയിച്ചു. അതാണൊരു പ്ലെയർ. അല്ലാണ്ട് ഈ ലക്ഷ്മിയുടെ പ്രശ്നങ്ങൾ വീണ്ടും ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അവർക്ക് കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. റിയാസ് വന്നിട്ടും ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ്. സോ അതൊരിക്കലും ഒന്നും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ കഴിവുള്ളവരൊക്കെ എനിക്ക് മനസ്സിലാവില്ല. ഈ സീസണിൽ ശരിക്കും ഓരോ ബിഗ് ബോസ് സീസൺ കഴിയും തോറും ഈ കണ്ടസ്റ്റൻസിൻ്റെ നിലവാരം താഴ്ന്നുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒട്ടും നിലവാരമില്ലാത്ത കുറച്ച് ആൾക്കാരാണ്. എനിക്ക് ഫീൽ ചെയ്ത കാര്യം അങ്ങനെയാണ്. പരസ്പരം ബഹുമാനമില്ല, പരസ്പരം ഒരു ഗിവ് ആൻഡ് ടേക്ക് ആ ഒരു പോളിസി ഇല്ല. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ പാട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എന്ത് കാരണം ഉണ്ടാക്കി അടിയുണ്ടാക്കും. ഇതാണ് ഇവർ ചിന്തിക്കുന്നത്. സോ ഇതിലൂടെ എന്ത് മെസ്സേജാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ റിയാസും ശോഭയും ലക്ഷ്മിയോട് കാണിച്ചത് ശരിയാണോ തെറ്റാണോ?
നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്നു, ആദില നൂറ 2 പെൺകുട്ടികളും അവർ പരസ്പരം സ്നേഹിക്കുന്നു. അവർ എന്തും ആയിക്കോട്ടെ, ലെസ്ബിയൻ ആയിക്കോട്ടെ ലെസ്ബിയൻ അല്ലാതായിക്കോട്ടെ, പരസ്പരം സ്നേഹിക്കുന്ന 2 പേര് അവർ ജീവിച്ചോട്ടെ, അവരുടെ ലൈഫ് ജീവിക്കുന്ന കാര്യമാണ്, അതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ അതിൻ്റെ പേരിൽ മറ്റൊരാളെ കൂടുതൽ പ്രൊവോക്ക് ചെയ്ത് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുന്ന പോലെയാണ് ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.